Good morning, Miss. Okay. Good morning, Miss. Without waste any time, we are moving to our text. Take the page number 51. 51. Page number 51. G vare cheyidittundu alle. We completed this section G. Next one നോക്കുക. ഇവിടെ നോക്കിക്കോ. മിസ് ഇവിടെ വായിക്കാൻ പോകുന്നത്. Okay guys, turn on your video. When we say something, we often add a question at the end to stress the point. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അവന് കഴിയില്ലേ, അവനല്ലേ അത്, നമ്മൾ ഒന്നും കൂടി ചോദിക്കാറുണ്ട് ആ പോയിന്റ് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്, അതിന് നമ്മൾ പറയാ ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. ഓക്കെ നോക്കിയേ, when we say something we often add a question at the end. നമ്മൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ അല്ലേ എന്ന് ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് ചോദിക്കും അല്ലേ? ടു സ്ട്രെസ് ദ പോയിന്റ്, എന്തിനു വേണ്ടിയിട്ടാ? ആ പോയിന്റ് ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ഇറ്റ് ഈസ് വെരി ഹോട്ട് isn't it? നമ്മളൊരു ഭയങ്കര ചൂടല്ലേ എന്ന് ചോദിക്കും അല്ലേ? എന്തൊരു ചൂടാന്നപ്പാ, എന്തൊരു ചൂടല്ലേ എന്ന് ചോദിക്കും. എന്തിനു വേണ്ടിട്ടാ? ആ ചൂട് നല്ലോണം ഉണ്ട് ഇതൊന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിട്ടാ, അത് അറിയിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇവിടെ നോക്കി, ഇറ്റ് ഈസ് വെരി ഹോട്ട് isn't it? അല്ലേ? isn't it? ഒന്നും കൂടി ചോദിക്കും നമ്മള്. The question at the end is called question tag. അപ്പൊ ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മൾ കാര്യം പറഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. നോക്കിക്കോ, ഇറ്റ് ഈസ് വെരി ഹോട്ട്, അതാണ് ഒരു സെന്റൻസ്. isn't it, ഈ isn't it എന്താണ്? that is question tag. മനസ്സിലായോ? isn't it. next one, it is raining isn't it? മഴ പെയ്യുന്നുണ്ട് അല്ലേ? മഴ പെയ്യുന്നുണ്ട് അല്ലേ എന്ന് ചോദിക്കും നമ്മള്. it is raining isn't it. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് പഠിക്കണ്ടേ? ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. നോക്കിക്കോ, നെക്സ്റ്റ് വൺ, യു ആർന്റ് ബിസി ആർ യു? യു ആർന്റ് ബിസി ആർ യു? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയൊക്കെ ഉണ്ട്? നെഗറ്റീവിലും ഉണ്ട്, പോസിറ്റീവിലും ഉണ്ട്. അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. if the statement is negative, the tag, sorry, അതിന്റെ മുകളിൽ നോക്കുക, if the statement is positive, the tag is negative. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ലൈഫ് ലോങ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. എത്ര വലുതായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. if the statement is positive, the tag is negative. നോക്കിക്കോ, it is very hot, അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? it is very hot, that is a positive statement and the question tag is negative there. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ മക്കൾക്ക്? ഇവിടെ നോക്കിക്കോ, അതിലെ വെർബ് എന്താണ്? ഈസ് ആണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഇറ്റ് ഈസ് വെരി ഹോട്ട്, ഈസ് ആണ് അതിലെ വെർബ്. isn't it, ഈസിന്റെ കൂടെ ഈസ് നമ്മൾ നെഗറ്റീവ് ആക്കി അല്ലേ? isn't it. വെർബിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആക്കുന്നത്. ഈസ് നമ്മൾ എഴുതി, ഈസ് നമ്മൾ എന്താക്കി? നെഗറ്റീവ് ആക്കി. isn't it, isn't it. മനസ്സിലായോ? നോക്കിക്കോ, if the statement is negative, ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് നോക്കിക്കോ, she can't swim, she can't swim. ഓക്കെ, അവിടെ വെർബ് എന്താണ്? can't ആണ്, can't. അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കുമ്പോ can, can she. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കുക. നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുന്തോറും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം അറിയാൻ പറ്റും. ഇപ്പൊ മിസ് പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾക്ക് ആൻസർ ശരിയാണെന്ന് നോക്കണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നിർബന്ധമായിരിക്കും നെഗറ്റീവ് ആയിരിക്കും.
അത് പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ഒരിക്കലും ആകില്ല. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ എന്റെ മക്കൾക്ക്? മനസ്സിലായോ? നോക്കിക്കോ, എക്സാമ്പിൾ ഇവിടെ ഒരുപാടുണ്ട്. മിസ് അതൊന്ന് ബോർഡിൽ എഴുതാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി ഹോട്ട്. It is very hot. It is very hot. Another one, it is raining. It is raining. Another one, she can swim well. She can swim well. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനി നോക്കിക്കോ, ഇറ്റ് ഈസ് വെരി ഹോട്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് വെർബ്? ഇവിടെ ഈസ് ആണ് അല്ലേ? ഈസ് നമ്മൾ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. ഈസ് ഇൻഡ് ഇറ്റ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്നല്ലേ പറഞ്ഞത്? ഇറ്റ് ഈസ് ഇൻഡ് ഇറ്റ്. പിന്നെയോ അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കിക്കോ, അതുപോലെ തന്നെയാണ് ഇവിടെ. ഇറ്റ് ഈസ് റൈനിങ്. ഈസിന്റെ ആകും, ഇറ്റ് ആണ് ഇവിടെ അല്ലേ? ഇറ്റ്. ഷീ ക്യാൻ സ്വിം വെൽ. ഷീ, ഒരു മനുഷ്യൻ നമ്മൾ ഇറ്റ് എന്ന് പറയാറില്ല. ജീവനില്ലാത്ത വസ്തുക്കൾ നമ്മൾ ഇറ്റ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നുള്ളൂ. ഇറ്റ് വേണ്ട, ക്വസ്റ്റ്യൻ ടാഗ് ആണ് മോനെ പഠിപ്പിക്കുന്നത്. നോക്കിക്കോ, ഷീ ക്യാൻ സ്വിം വെൽ. ഷീ ക്യാൻ സ്വിം വെൽ. ക്യാൻ എന്താകും? ഇവിടെ വെർബ് ഏതാണ്? ക്യാൻ ആണ്. അപ്പൊ എന്താകും? ഇത് കാണ്ട് ആകും. ക്യാനിന്റെ നെഗറ്റീവ് എന്താ? കാണ്ട് ആണ് അല്ലേ? ആൻഡ് ഇവിടെ ഇറ്റ് എഴുതാൻ പറ്റുമോ? നോ, ഇവിടെ ഷീ ഉണ്ടല്ലോ. അപ്പൊ കാണ്ട് ഷീ. കാണ്ട് ഷീ. കാണ്ട് ഷീ. ഓക്കെ, കാണ്ട് ഷീ. മനസ്സിലായോ? മനസ്സിലായോ മക്കൾക്ക്? യെസ്. അവിടെ ആഡ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു ദ ഫോളോയിങ്. ചൂസ് ഫ്രം ദ ബോക്സ്. ചൂസ് ഫ്രം ദ ബോക്സ്. നമ്മൾ ഇവിടെ നെഗറ്റീവിന്റെ പറഞ്ഞിട്ടില്ല അല്ലെ? അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഷീ കാൻ സ്വിം വെൽ. ഇതും കൂടി നോക്കിക്കോ. ഷീ കാൻ She can't swim well. It is a negative sentence. കാരണം can't, കഴിയില്ല എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ can't നമ്മൾ എന്താണ്? ഇതല്ലേ ഇവിടുത്തെ വെർബ്. can't is a verb in the sentence. അല്ലേ ഷഹബാസ്? എല്ലാവർക്കും ഞാൻ ഒരുപോലെയാണ് പറഞ്ഞിരുന്നത് അല്ലേ? അപ്പൊ ഒരുപോലെ എല്ലാവരും കേൾക്കുക. can't എന്നുള്ള വെർബാണ് നമുക്ക് ഇവിടെ ഉള്ളത്. can't എന്താക്കണം? ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആക്കണം. can't can ആകും. Can. അവിടെ ഷീ ഉണ്ട് അല്ലേ? Can ഷീ. ഫിനിഷ്ഡ്. മനസ്സിലായോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. ആഡ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു ദ ഫോളോയിങ്. ചൂസ് ഫ്രം ദ ബോക്സ്. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിന്നും ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് എടുത്ത് താഴെ തന്നിരിക്കുന്ന ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. നോക്കിക്കോ. You know him very well. You know him well. Second one, they will go home soon. Your father is a doctor. He has sold his house. We can't go to the market. It is very cold today. അതൊന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ആക്കി നോക്കിയേ. കറക്റ്റ് വൺ ചൂസ് ചെയ്ത് എഴുതി നോക്കിയേ. നോക്കട്ടെ മിസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ.
ചെയ്തോ? First one. You know him well. The question tag is don't you. Right? Don't you. എഴുതിയോ? എഡ്വിൻ എഴുതി അല്ലേ? Don't you. Second one, they will go home soon. Won't they? Won't they? W-O-N apostrophe T. They. Won't they? Third one നോക്കിക്കോ. Your father is a doctor. Your father is a doctor. Your father is a doctor. Is in he. Father is. Verb ഏതാ? Is ആണ്. Is into he. Is into your എന്ന് എഴുതരുത്. Is into he. അവനല്ലേ? Is in he. Fourth one, he has sold his house. Verb ഏതാ? Has. അപ്പൊ അവിടെ എന്താ ഉള്ളത്? Has and he. Has and he. Fourth one, has and he. Fifth one, we can't go to the market. We can't go to the market. എന്താ verb? Can. Can we? Right? Can we? Can we? Sixth one, it is very cold today. It is. It is വരുമ്പം is ended. Right? Is ended. Finished. Have you finished? എഴുതി കഴിഞ്ഞോ? Yes. Next, let us listen. Next page number 52. Let us listen വേണ്ട. Let us speak നമുക്ക് ഇവിടെ skip ചെയ്യാം. Next, let us write. Let us write. എക്സാമിന് വരുന്ന കാര്യം മാത്രമാണ് മിസ് എടുക്കുന്നത്. നമുക്കിത് 2 പോയ എടുക്കാനുണ്ട്, ഗ്രാമർ സെക്ഷൻ ഫുൾ എടുക്കാനുണ്ട്. സ്പീഡ് ആക്കണ്ടേ? സ്പീഡ് ആക്കണ്ടേ നമുക്ക്? എങ്ങനെ സ്പീഡ് ആക്കാം? എങ്ങനെയൊക്കെയാ സ്പീഡ് ആക്കേണ്ടത് ക്ലാസ്? സ്പെഷ്യൽ ക്ലാസ് എടുക്കാം, ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ പിന്നെയോ? പിന്നെ എങ്ങനെ എഡ്വിൻ? ഒന്ന് സ്പെഷ്യൽ ക്ലാസ് എടുത്ത് തീർക്കാം. പിന്നെ എങ്ങനെയൊക്കെ തീർക്കേണ്ടത്? സ്റ്റഡി. പഠിക്കണം. പിന്നെ നോക്കട്ടെ, നമ്മൾ നിങ്ങൾക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റും തീർന്നോ ഫസ്റ്റ് സെമസ്റ്റർ? Let us write. Granny Gomadi forgot to bring her spectacles. Fill up the railway reservation form for her. Read the details carefully. Granny Gomadi തന്റെ spectacles എടുക്കാൻ വേണ്ടി മറന്നുപോയി. Fill up the railway reservation form for her. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ആ റെയിൽവേ റിസർവേഷൻ ഫോം ഫിൽ ചെയ്യുക. മുഹമ്മദ് റുവൈസ് ആൻഡ് മുഹമ്മദ് കെ ക്ലാസ്സിൽ കയറുന്നുണ്ട് എങ്കിൽ, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ മതി. Then what are you doing there? ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ആ ഫോം ഫിൽ ചെയ്യാം. My full name is Gomadi Rao. My full name is Gomadi Rao. I am 72 years old. I want to book a ticket to travel from Chennai to Nagarkoil. I would like to go by the Chennai Guruvayur Express, train number 6127 on 20 October. I wish to travel by second class.
My 20-year-old grandson Ravi Rao will accompany me. My address is 32 Gandhi Road, Chennai 41. My phone number is 24429191. Okay. അപ്പൊ ഗ്രാനിക്ക് കണ്ണ് കാണുന്നില്ല. അപ്പൊ ഗ്രാനിക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ട്രെയിൻ നെയിം ഓർ നമ്പർ. ഫസ്റ്റ് വൺ കോളം അവിടെ എന്താണ്? ട്രെയിൻ നെയിം ഓർ നമ്പർ. ട്രെയിൻ നെയിം ഓർ നമ്പർ എന്താണ്? പറഞ്ഞോ. ട്രെയിൻ നെയിം ഓർ നമ്പർ അവിടെ എഴുതിക്കോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതിക്കോളാം. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ്. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ചെറുതാക്കിട്ട് എഴുതുക. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ എന്നൊന്നും എഴുതണ്ട. അതുപോലെ ബാർ ഇട്ടിട്ട് 6127 എന്ന് എഴുതിയാൽ മതി. ഗ്രേസ് എഴുതിയോ? ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക് ഗ്രേസ്. ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക് ഗ്രേസ്. ടെക്സ്റ്റ് ബുക്ക് കാണിച്ച മിസ്സിനെ. Unmute yourself. Grace. മിസ് എഴുതിയില്ല. എഴുതിയില്ല. ടെക്സ്റ്റ് കാണിക്കാനേ മിസ് പറഞ്ഞുള്ളൂ. ഗ്രേസ് ടെക്സ്റ്റ് കാണിക്കുമോളെ? യെസ്. ഓക്കെ ഓക്കെ എഴുതിക്കോ. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് 6127 എഴുതിയോ? ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ചെറുതാക്കി എഴുതണേ, അവിടെ സ്ഥലം ഉണ്ടാവില്ല. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ബാർ 6127 അല്ലേ? 6127 അല്ലെങ്കിൽ നിങ്ങളിത് വീട്ടിൽ നിന്ന് ചെയ്തോളുവോ? 6127 ചെയ്യാം. നെക്സ്റ്റ് കോളം ഫ്രം. ഫ്രം എന്നുള്ളടത്ത് എന്താ എഴുതാം? എവിടുന്നാ പോകുന്നത്? ഫ്രം നടുക്കായിട്ടുള്ള കോളം ചെന്നൈ. ഫ്രം ചെന്നൈ ടു ഇവിടെ അല്ലേ? ഈ സൈഡിലായിട്ടില്ലേ? ടു നാഗർകോവിൽ. നാഗർകോവിൽ. ഓക്കെ. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ജേർണി ഉണ്ട് അല്ലേ? ഇതിന്റെ താഴെ ചെന്നൈന്റെ താഴെയായിട്ട് എഴുതുക. ഫ്രമിന്റെ താഴെയായിട്ട് രണ്ട് കോളം ഇല്ലേ? ഡേറ്റ് ഓഫ് ജേർണി 20 ഒക്ടോബർ. 20 ഒക്ടോബർ. ബാക്കി ഫോംസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്തോളൂ. നമ്മൾക്ക് അതിനു വേണ്ടി സമയം കളയണ്ടല്ലോ. ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോളൂല്ലേ? ഇല്ല അതുമല്ല, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ച് ഇട്ടെന്നാലും പോലെ നിങ്ങൾ ചെയ്തോളൂ അല്ലേ? ഷിസ ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ ദെൻ. വെറുതെ അതിന് വേണ്ടി വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ടേക്ക് ദ ഗ്രാമർ പോർഷൻ. ആ ഗ്രാമർ പോർഷൻ എടുത്തേ. പോയം അവിടെ നിൽക്കട്ടെ. പോയം നമുക്ക് സ്പീഡിൽ എടുക്കാം. ഗ്രാമർ പോർഷൻ പേജ് നമ്പർ 58. നമ്മൾ ഇതുവരെ എടുത്തിട്ടേ ഇല്ലല്ലോ ഗ്രാമർ. ഇതുവരെ എടുത്തില്ലല്ലോ. യെസ് നോക്കിക്കോ. കുറച്ച് ഗ്രാമറും കുറച്ച് പോയും ഒക്കെ എടുത്തിട്ട് പോവാം. ഒരേ ഗ്രാമർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? Write S for statement, Q for question, I for imperative sentence, E for an exclamatory sentence. Punctuate each sentence correctly. Okay. Do you want to say anything, Grace? എന്താണ്?
എന്ന് മോനെ? ഇപ്പൊ മിസ് പറഞ്ഞത് എഴുതിയതല്ലേ? നമ്മൾ ചെയ്തതാണോ അത്? ചെയ്തു. ബി ചെയ്തോ? ഫ്രേസസ് ചെയ്തോ? അന്ന കുഞ്ഞാറ്റ പറഞ്ഞോ. ബിയും ചെയ്തോ? ഫ്രേസസ് ചെയ്തോ നമ്മള്? യെസ്. സി ചെയ്തോ? സി ഇല്ല. സി ആണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, എന്നാ സി ചെയ്യാം. ഓക്കെ, നോക്കിക്കോ. Check the suitable phrase within the brackets to complete each sentence. ഓക്കെ, അവിടെ താഴെ തന്നിരിക്കുന്നതില് സെന്റൻസില് ബ്രാക്കറ്റില് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. ഏതാണോ കറക്റ്റ് വെച്ചാൽ അത് ടിക്ക് ചെയ്യാം. 2 പേജ് നമ്മൾക്ക് ഇന്ന് ഗ്രാമർ എടുത്ത് തീർക്കാം. ആർട്ടിക്കിൾസ് പോർഷൻ കൂടി എടുത്തു തരാം. സിമ്പിൾ അല്ലേ? ഇനി നോക്കാം. ഫസ്റ്റ് വൺ, സുരേഷ് wore his favorite shirt or favorite book. സുരേഷ് wear means ധരിക്കുക. ഫേവറേറ്റ് ബുക്ക് ആണോ ധരിക്കുക, ഡ്രസ് ആണോ ധരിക്കുക? ഡ്രസ് ആണല്ലേ, സോറി ഷർട്ട് ആണ് ധരിക്കുക അല്ലേ? ഡ്രസ് അല്ലേ ഷർട്ട്? then take the first one, favorite shirt. സുരേഷ് wore his favorite shirt. മുഹമ്മദ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. മുഹമ്മദ്, സുരേഷ് wore his favorite shirt. Second one, it takes dash to tell the truth. It takes a lot of feeling. It takes great courage to tell the truth. Great courage. Take the second one. Take the second one. It takes a great courage to tell the truth. It takes great courage to tell the truth. Third one, many of her paintings are hung in the gallery or on the bed. In the gallery. Take the first one, in the gallery. Many of her paintings are hung in the gallery. Fourth one, Aladdin found a magic lamp or pretty book. Magic lamp. Take the magic lamp. ഞാൻ ഓരോരുത്തരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കുവേ, ശ്രദ്ധിച്ചിട്ടില്ല. മുഹമ്മദ് കെ, വാട്ട് ആർ യു ഡൂയിങ് ദർ? എത്ര പ്രാവശ്യമാണ് ഇവിടുത്തെ പറയേണ്ടത്? വീഡിയോ ഓഫ് ചെയ്യരുത് എന്ന് നോക്ക. Fifth one, they welcomed me into their house with a great warmth or great anger. First one, ദേഷ്യത്തോടെ അല്ലല്ലോ ഒരാളെ നമ്മൾ വെൽക്കം ചെയ്തത് നമ്മുടെ വീട്ടിലേക്ക്. They welcomed me into their house with a great warmth. മുഹമ്മദ് നമ്മൾ ഫസ്റ്റ് എടുത്തു, നീ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് പറഞ്ഞത്, ഒരു ദിവസം ഒരു കുട്ടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നിർബന്ധമായിട്ടും ആ ക്ലാസ് കണ്ടിട്ട് മാത്രമേ കയറാവൂ. കേട്ടല്ലോ? നമ്മൾക്ക് ഇവിടെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം എത്ര പേര് വ്യൂവർഷിപ്സ് എത്ര പേരുണ്ടെന്ന് കാണാം, എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന്. ആരൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അത് കണ്ടേ പറ്റും. ഇത് ക്ലാസ്സിൽ കയറി വരുന്ന സമയത്ത് എന്തെങ്കിലും പറയേണ്ടത് അവസരം റിവൈസ്. ഈ ഫോൺ തൊടാതിരിക്കും മോനെ. Do not touch your phone while class. അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് അതൊന്ന് തൊട്ടാ പോരെ. Fifth one, they welcomed me into their house with a great warmth. Grandpa wakes up every day at dawn or during night time. First one, take the first one. Grandpa wakes up every day at dawn. Means morning. Cheydo Hanna. Seventh one, hippos love being in water during summers or winters. During summers. Take summers. Eighth one,
dig holes beside the sand or in the sand to lay their eggs? In the sand. Beside the sand ആണോ? No. In the sand. In the sand. 9th one. They are planning the conference for next week or the previous week. Next week. Next week പറയുമ്പോൾ അടുത്ത ആഴ്ച. Previous week പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച. Next week. They are planning the conference for next week. 10th one. The girl with long hair or in the big box is my daughter. The girl with the long hair. അല്ലേ? ആ നിറയെ മുടിയിലെ കുട്ടി എന്റെ മകളാണ്. ഇല്ല, ആ ബോക്സിൽ ഇരിക്കുന്ന കുട്ടി എന്റെ മോളാണെന്നാണ് പറയാ. ബോക്സിൽ കുട്ടിക്ക് ഇരിക്കാൻ പറ്റുമോ? നോ. The girl with the long hair is my daughter. 11th one. We should love to see you in the evening or at the pond. In the evening. Tick in the evening. 12th one. We rode our bicycle around the park or on the lake. We rode our bicycle around the park or on the lake. Around the park. Around the park. Ice skating is loads of fun, loads of love. Ice skating is loads of fun. Right? Fun. Loads of fun. 14th one. This train runs across the country at the tracks. This train runs across the country at the tracks. Across the country. Right? Across the country. 15th one. My uncle who lives abroad is coming home after 15 years in 15 years. After 15 days. After 15, not days, years. Okay. D നോക്കിക്കോ D. The position of the underlined phrases in this sentence is incorrect. Rewrite these sentences with the phrases in their correct places. നോക്കിക്കോ, ഒന്നുകൂടി മിസ് വായിച്ചിടാ ക്വസ്റ്റ്യൻ. ഷാബാസ് ഈ ചുറ്റും നോക്കാതെ മിസ് പറയുന്നത് ശ്രദ്ധിച്ചേ. നല്ല മോനായിട്ട് ശ്രദ്ധിച്ച്. എത്ര നല്ല മോനാ ഉണ്ടായിനെ? The position of the underlined phrase in this sentence is incorrect. താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഫ്രേസസ് പൊസിഷൻ മാറിയിട്ടാണുള്ളത്. ഓക്കെ, ആ സെന്റൻസിൽ അതിന്റെ പൊസിഷൻ മാറിയിട്ടാണുള്ളത്. റീറൈറ്റ് ദീസ് സെന്റൻസസ് വിത്ത് ദ ഫ്രേസസ് ഇൻ ദെയർ കറക്റ്റ് പ്ലേസസ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് റീറൈറ്റ് ചെയ്യുക. എന്ത് വെച്ചിട്ട്? ആ അണ്ടർലൈൻഡ് വേർഡ്സ്, അണ്ടർലൈൻഡ് ഫ്രേസസിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് നേരെ എഴുതുക. The queen made of diamonds wore a tiara. എങ്ങനെ എഴുതാം? ഓക്കെ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നോട്ട് തന്നാൽ മതിയോ? അത് ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതുന്നു. എന്താ വേണ്ടത്? The queen wore a tiara. What is that? Made of diamonds. 1 minute. Tiara. That is tiara. Okay, tiara. അപ്പൊ അതെങ്ങനെ വരിക? The queen wore a tiara made of diamonds. That means കിരീടം. Okay, the queen wore a tiara made of diamonds. Second sentence,
In traditional Japanese homes, walls and doors made of rice paper are quite common. എങ്ങനെയാണ് ഡിസോർഡർ ആയിട്ടുള്ളത്? In traditional Japanese homes made of rice paper, walls and doors are quite common. നോക്കിക്കോ. In traditional Japanese homes, walls and doors made of rice paper are quite common. In traditional Japanese homes, walls and doors made of rice paper are quite common. അങ്ങനെയാണ് ആ സെന്റൻസ് വരിക. തേർഡ് വൺ എങ്ങനെ ഡിസോർഡർ ആയിട്ടുള്ളത് അവിടെ? തേർഡ് സെന്റൻസ്, the girl is very shy in the front row. അത് ചെറുതല്ലേ, നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി പറ്റുമല്ലോ. The girl is very shy in front row. The girl is in the front row is very shy. The girl is in the front row is very shy. Next one, fifth one, they welcomed me into their house. Sorry, sentence മാറിപ്പോയി, വർക്കേ മാറിപ്പോയി, മിസ് വായിക്കട്ടെ. Fourth one, the plates and glasses are only used during special occasions in that cupboard. The plates and glasses are only used during special occasions in that cupboard. അതെങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? The plates and glasses in that cupboard are only used during special occasions. The plates and glasses in that cupboard are only used during special occasions. Next, fifth one, നോക്കിക്കോ. The big house belongs to my uncle at the end of the road. The big house belongs to my uncle at the end of the road. അത് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? The big house at the end of the road belongs to my uncle. ഷഹബാസേ, ഞാൻ ഓരോന്ന് പറയിപ്പിക്കുവേ. All stand up. All stand up. All stand up. Okay, sit down. Sit down, Abel. Okay. Listen here. The big house at the end of the road belongs to my uncle. And which is the sixth one? You have remaining only 3 minutes. Sixth one. The student was chosen to take part in the science quiz competition with the highest score. How can we rewrite this? How can we rearrange the sentence? The student with the highest score was chosen to take part in the science quiz competition. എഴുതുവന്നെ വേണം അല്ലേ നമുക്ക്? നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. ഇല്ല, ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് വെക്കാൻ പറ്റുമെന്ന് മിസ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രാമർ പോർഷൻ എല്ലാം ഒന്ന് എടുത്ത് തീർക്കായിരുന്നു അല്ലേ? ഒരുപാടില്ലേ നമ്മൾക്ക്? നോക്കട്ടെ. അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ മിസ് ഇന്ന് അറിയിക്കാം ഗ്രൂപ്പില്. ഓക്കെ, ക്ലാസ് ഉണ്ടെങ്കിൽ മിസ് അറിയിക്കാം. എന്തേ ഹന്ന? എനിക്ക് തോന്നുന്നു നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്തു കേടിച്ച് ഹന്ന. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇനി വെച്ച് കേറാൻ പറ്റില്ല. നമ്മള് യൂട്യൂബ് ക്ലാസ് കണ്ടോളുവോ ഹന്ന? യൂട്യൂബ് ക്ലാസ് കണ്ടോളൂ? ഒരാൾ മാത്രമല്ലേ എക്സെപ്ഷണൽ ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ മോള് യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ, മിസ് എടുക്കുന്നുണ്ട് എങ്കിൽ. ഓക്കെ, യെസ്, then bye, see you in the next class. ക്ലാസ് ഉണ്ടെങ്കിൽ മിസ് അറിയിക്കാം. ഉണ്ടെങ്കിൽ തന്നെ 7 മണിക്കായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. റിഹാൻ പറഞ്ഞോ?
എവിടെ റിഹാൻ? നോക്കട്ടെ.